തലമുറകളുടെ മൃതദേഹത്തിനുമേൽ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നു ഇസ്രായേൽ. കൊന്നൊടുക്കിയ കുഞ്ഞുങ്ങളെയോർത്തുപോലും മനസ്താപമില്ലാതെ, വംശോന്മൂലനത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന ക്രൗര്യത്തോടെ, ആ ജനതയെ പിന്തുണയ്ക്കാനെത്തുന്നവരെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന ഭീഷണി മുഴക്കിക്കൊണ്ട്, ലക്ഷങ്ങളെ അഭയാർത്ഥികളാക്കിക്കൊണ്ട്, സംഘർഷം അവസാനിപ്പിക്കണമെന്ന് പതിയെ പറഞ്ഞ് ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിക്കുന്നു വൻശക്തികൾ, ആയുധം കൊണ്ടും പണം കൊണ്ടും. അവർക്ക് ഓശാന പാടുന്നു മിക്കവാറും ലോകരാഷ്ട്രങ്ങൾ. ഫലമുണ്ടാകില്ലെന്ന് ഉറപ്പുള്ള ഐക്യരാഷ്ട്രവേദിയിൽ വിമർശനശരങ്ങളെയ്യുന്നു. നിസ്സഹായതയുടെ പര്യായമായി നിൽക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ. ഒരു വർഷത്തെ കാഴ്ച ഇതാണ്. 2023 ഒക്ടോബർ 7. ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രത്തിൽ പുതിയൊരധ്യായം തുറന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം. ഇസ്രയേൽ എന്ന അധിനിവേശ ദുഷ്ടത, 75 വർഷത്തിനിടയിൽ ഇതുവരെ കാണാത്ത സാഹസികത, തടവറ ഭേദിച്ച് ഏറ്റവും അപായപൂർണമായ കടന്നാക്രമണം ഹമാസ് നടത്തിയത് കഴിഞ്ഞ ഒക്ടോബർ 7 പതിറ്റാണ്ടുകളായി ഇസ്രയേൽ തടങ്കലിൽ ഭീതിയോടെ ഒതുങ്ങി നിന്നിരുന്ന ഗാസ എന്ന തുറന്ന ജയിലിന്റെ മതിൽക്കെട്ടുകൾ ഭേദിച്ച് ഹമാസിന്റെ നേതൃത്വത്തിൽ പടയാളികൾ ഇസ്രായേലിലേക്ക് കടന്നുചെന്ന് ആക്രമണം നടത്തി. ഓപ്പറേഷൻ അൽ-അഖ്സ ഫ്ലഡ്. 1948 അറബ് ഇസ്രയേൽ യുദ്ധത്തിനു ശേഷം ഇസ്രയേൽ അതിർത്തി കടന്ന് നടത്തിയ ആദ്യത്തെ സായുധ പ്രത്യാക്രമണം. സ്വദേശി വിദേശി പൗരന്മാരും പട്ടാളക്കാരുമടക്കം 1195 പേർ കൊല്ലപ്പെട്ടു. 251 പേരെ ബന്ദികളാക്കി. പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടിമണ്ണിളകാൻ തുടങ്ങുന്നു എന്ന ഭയത്തിൽ നിന്ന് പിന്നീട് കണ്ടത് ഇസ്രായേലിന്റെ സംഹാരതാണ്ഡവം. ഈയൊരു വർഷത്തിനിടയിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലുമായി 42,000-ലേറെ നിരപരാധികളായ മനുഷ്യരെ കൊന്നു. 6,000-നും 20,000-നുമിടയിൽ ആളുകളെ കാണാതായി. 1,20,000 പേർക്ക് പരിക്കേറ്റു. 19 ലക്ഷം മനുഷ്യർ അഭയാർത്ഥികളായി. വീടുകളിൽ പകുതിയും ചുട്ടുചാമ്പലാക്കിയിട്ടുണ്ട്. 1/3 കൃഷിഭൂമിയും വനങ്ങളും പൂർണ്ണമായും നശിച്ചു. സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങി ഫലസ്തീനിന്റെ ജീവനാഡികൾ എല്ലാം തകർന്നു. ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സ് അഥവാ IDF ഗാസാദേശത്തെ മുഴുവൻ ധൂളികളാക്കി മാറ്റിയെങ്കിലും ബന്ദികളിൽ പകുതിയോളം പേരെ ഇനിയും മോചിപ്പിക്കാനായിട്ടില്ല. മാത്രമല്ല, അയൽപ്പക്ക രാജ്യങ്ങളും അവരുടെ പ്രോക്സി സേനകളും ഇസ്രായേലിന് ഭീഷണി ഉയർത്തി തുടങ്ങി. ഹമാസ് ഇസ്രയേൽ യുദ്ധം പിന്നീട് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന എല്ലാവരിലേക്കും ഇസ്രയേൽ നീട്ടി. ലബനാനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും ഇറാനുമെല്ലാം ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കിരയായി. ഹമാസ് ചെയർമാനും ഫലസ്തീൻ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇസ്മായിൽ ഹനിയയെ ജൂലൈ 31 ഇറാനിൽ ചെന്ന് ഇസ്രയേൽ വധിച്ചു. ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകളും വാക്കി ടോക്കികളും ഒരേ സമയം പൊട്ടിത്തെറിപ്പിച്ച് സ്ഫോടനമുണ്ടാക്കി. ലബനാനിലെ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രുള്ളയെയും കൊലപ്പെടുത്തി. ഇറാന് തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖംനായിയെപ്പോലും ഒളിത്താവളത്തിലേക്ക് മാറ്റേണ്ടി വന്നു. ഏപ്രിലിൽ ദമസ്കസിലെ ഇറാൻ കോൺസുലേറ്റിൽ ബോംബിട്ടും സെപ്റ്റംബറിൽ ബെയ്റൂത്തിൽ ആക്രമണം നടത്തിയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് വിങ്ങായ ഖുദ്സ് സേനയുടെ കമാൻഡർമാരടക്കമുള്ളവരെ ഇസ്രയേൽ വധിച്ചു. ഇങ്ങനെ ഫലസ്തീനു പുറമെ ഇറാനും സിറിയയും ലബനാനുമടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കൂടുതൽ ഇസ്രായേലിന്റെ നരഹത്യകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ ലബനാനിൽ വ്യോമാക്രമണങ്ങളും കരയുദ്ധവും തുടരുന്നു. ഇറാന്റെ നേതൃത്വത്തിലുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ വലിയൊരു തിരിച്ചടി ഇസ്രായേലിൽ ഉണ്ടാവാനുള്ള മുന്നറിയിപ്പുകൾ നിലനിൽക്കെയാണ് 180ഓളം മിസൈലുകൾ ഇറാൻ ഇസ്രയേലിൽ പതിപ്പിക്കുന്നത്. അയൺ ഡോം കടന്ന് ചിലതെങ്കിലും ഇസ്രയേലിൽ പതിച്ചെങ്കിലും നഷ്ടങ്ങൾ കാര്യമായൊന്നും സംഭവിച്ചില്ല. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം ഇസ്രായേലിന് വീണുകിട്ടിയ അവസരമായിരുന്നു. ഒരു വർഷം പിന്നിടുമ്പോൾ ഈ അവസരം മുതലാക്കി നെതന്യാഹു എന്ന സയണിസ്റ്റ് സ്വേച്ഛാധിപതിയുടെ തേരോട്ടം. സ്വന്തം ജനതയുടെ പ്രതിഷേധങ്ങളെപ്പോലും വകവയ്ക്കാത്ത യുദ്ധവെറി. മൊസാദ് എന്ന ഭീകരന്മാരുടെ പ്രത്യക്ഷത്തിലുള്ള വിജയമായി തന്നെ ആഘോഷിക്കുവാൻ മാത്രം നാശനഷ്ടങ്ങൾ ഒരു വർഷം കൊണ്ട് അവർ പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ചിന്നിച്ചിതറുന്ന കാഴ്ചകൾ ലോകം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വാക്കുകളും ലോകകോടതിയുടെ നിയമങ്ങളും ഇസ്രയേൽ പുച്ഛിച്ചു തള്ളി. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനെ പരസ്യമായി പരിഹസിക്കുകയും രാജ്യത്തുനിന്ന് വിലക്കുകയും ചെയ്തു.
സർവ്വസീമകളും ലംഘിച്ചുള്ള ഇസ്രയേലിന്റെ കിരാതവാഴ്ചയ്ക്ക് അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഇരു സ്ഥാനാർത്ഥികളും മത്സരിച്ച് പിന്തുണ കൊടുക്കുന്നു. അവസാനം പ്രതികാരമെന്നോണം ഇറാൻ 180 മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ച് ഒരു റൗണ്ട് പ്രത്യാക്രമണം നടത്താൻ ശ്രമിച്ചതും ലോകം കണ്ടു. യുദ്ധം അവസാനിപ്പിക്കാതെ ദീർഘിപ്പിച്ചു നിർത്താൻ നെതന്യാഹു താൽപ്പര്യപ്പെടുന്നുണ്ട്. ഇസ്രായേലിനകത്തുതന്നെ ഒട്ടേറെ എതിരാളികളുള്ള നെതന്യാഹുവിന് അധികാരം നിലനിർത്താൻ മറ്റു വഴികളില്ല. ഗസയെ മരുഭൂമിയാക്കുമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ ആക്രമണം 1 വർഷം പിന്നിടുമ്പോഴും ബാക്കിവെക്കുന്നത് ഐതിഹാസികമായ ചെറുത്തുനിൽപ്പിന്റെയും സമരത്തിന്റെയും അതിജീവനത്തിന്റെയും ചിത്രങ്ങൾ തന്നെയാണ്. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാകില്ല എന്ന് ഒരു ജനത ഉറക്കെ പറയുന്നു.